ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. പുതുവത്സരപ്പിറവിയുടെ ആഘോഷ രാവിൽ 2026 നാം വരവേൽക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിഷ്പക്ഷ അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ പുരോഗമിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പത്തിലെ അടരുകൾ എന്തൊക്കെയെന്ന് അറിയാനാവാം അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ്. UDF കൺവീനറെ പോറ്റിയെയും ഭണ്ഡാരിയെയും അടക്കം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലേക്കും SIT നീങ്ങുന്നു. ഊഹാപോഹങ്ങളുടെ കൈവിട്ട വാക്കുകളും പ്രതിഷേധ ഗിമ്മിക്കുകളും യഥേഷ്ടം. അന്വേഷണത്തിൽ കോടതിക്ക് തൃപ്തി, പ്രതിപക്ഷത്തിനും പരിഭവമില്ല പുറത്ത്. എന്നിട്ടും രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ച് ആവുന്നതെല്ലാം കാട്ടുന്നുമുണ്ട്. ശബരിമലയോട് സ്നേഹമുള്ളവർ, ഇതിലെ സത്യാവസ്ഥ പുറത്തെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ജനാധിപത്യ മര്യാദയിൽ കക്ഷി രാഷ്ട്രീയ മഷി കലർത്താതെ വസ്തുത പുറത്തെത്തിക്കാൻ കാതോർക്കുകയാണ് വേണ്ടത്. അന്വേഷണം പുതുതലങ്ങളിലേക്ക് പ്രകാശം വീശുമ്പോൾ കൊള്ളക്കാരെ കയറ്റിയവരും പോറ്റിയവരും ആരൊക്കെ? നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: A. സമ്പത്ത്, CPIM മുതിർന്ന നേതാവ്; റോണി കെ ബേബി, കോൺഗ്രസ് മുതിർന്ന നേതാവ്; ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ M. ജയചന്ദ്രൻ. ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ റോണി കെ ബേബിയിലേക്ക്. ശ്രീ റോണി കെ ബേബി, അന്വേഷണം ഏതാണ്ട് നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരടക്കം അന്വേഷണം ആദ്യഘട്ടത്തിൽ എതിർത്തിരുന്നു. SIT അല്ല CBI വേണമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും SITയുടെ അന്വേഷണം തൃപ്തികരമാണ് എന്ന് കോടതി അടക്കം പറഞ്ഞൊരു സാഹചര്യത്തിൽ ആ വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് നിങ്ങളുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇന്നിപ്പോൾ ഇതാ അടൂർ പ്രകാശിനെ, UDF കൺവീനറുടെ, നിങ്ങളുടെ മുന്നണിയുടെ കൺവീനറെ, കോൺഗ്രസ് നേതാവിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് SIT. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കാണുന്നത് ഈ വിഷയങ്ങളെ? ഈ സംഭവങ്ങളുടെ ഒരു പുരോഗതി നമ്മൾ നോക്കുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിന്റെ അന്വേഷണവും അതിന്റെ നാൾവഴികളുമൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുണ്ട്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള CPMന്റെ സമുന്നത നേതാവായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിനു ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് പുറം ലോകം പറഞ്ഞത്. ശനിയാഴ്ച 27-ാം തീയതി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, ഡിസംബർ 27-ാം തീയതി. ഇന്നലെയാണ് ആ വാർത്ത പുറത്തു വരുന്നത്. ഇവിടെ അടൂർ പ്രകാശിന് ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല. ഏതാനും മണിക്കൂർ മുമ്പ് അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവന ഞാൻ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. സാധാരണഗതിയിൽ ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അയാൾക്ക് നോട്ടീസ് കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ വിളിക്കപ്പെടും എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന അടൂർ പ്രകാശിന് ഈ വിഷയത്തിൽ ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ SITയിൽ നിന്നും ആരും ബന്ധപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന മുമ്പ് തന്നെ ഈ വാർത്ത എങ്ങനെ SITയിൽ നിന്ന് പുറത്തായി, അല്ലെങ്കിൽ എങ്ങനെ ഈ വാർത്ത ഇപ്പോൾ മാധ്യമങ്ങൾ ഇതിന്റെ അകത്ത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു? ഇപ്പോൾ കൈരളി TV ഉൾപ്പെടെ ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണെന്ന് ചർച്ച ചെയ്യുമ്പോൾ അടൂർ പ്രകാശ് ഈ വിഷയത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. പക്ഷെ ചോദ്യം ചെയ്യപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വാർത്ത 3 ദിവസം കഴിഞ്ഞാണ് പുറം ലോകം അറിഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ചില വൈരുദ്ധ്യങ്ങൾ, ചില ഏച്ച് കെട്ടിയാൽ അല്ലെങ്കിൽ അത് പൊരുത്തപ്പെട്ട് നിൽക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അല്ല, മാധ്യമങ്ങൾ വിവരങ്ങൾ അറിയുന്നതും അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുടെ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടതാണ്. SITയുടെ എല്ലാ കാര്യവും, റോണി കെ ബേബി താങ്കൾക്ക് അറിയുന്നത് പോലെ SITയുടെ എല്ലാ കാര്യവും വളരെ കോൺഫിഡൻഷ്യലായി തന്നെയാണ് നീങ്ങുന്നത്. മാത്രമല്ല, ഇതിൻ്റെ കോടതി മുറികളിലെ വ്യവഹാരങ്ങളടക്കം അടച്ചിട്ട രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. ബാക്കി പുറത്തെത്തുന്ന വാർത്തകളിൽ പലതും സത്യവും മിഥ്യയും അസത്യങ്ങളും പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ കാണുന്നതല്ല ഉചിതം എന്ന് തോന്നുന്നു. ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതേ സംബന്ധിച്ച് പ്രതികരിച്ച കാര്യം അത് നമുക്കറിയാം. ഒരു ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അറിയുന്ന കാര്യങ്ങൾ ചോദിച്ചു. അതൊരു മൊഴിയെടുപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ആ സ്വഭാവമാണ് അവിടെ കണ്ടത്. ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക് ഈ കാര്യങ്ങൾ നീളുന്നതിന് വ്യക്തമായും യുക്തിഭദ്രമായും ചില കാര്യങ്ങളുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഈ കൊള്ളക്കാരനായ പോറ്റി ആയുള്ള ബന്ധം, പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തിക്കുന്നത്, അത് 2 തവണ, ഒരു തവണ ആൻഡോയും ഒരു തവണ അടൂർ പ്രകാശും, അതുമായുള്ള ബന്ധം, ആ ബന്ധങ്ങളുടെ പല വിധത്തിലുമുള്ള തെളിവുകൾ അടരുകളായി SITക്ക് ലഭിച്ചതുകൊണ്ടായിരിക്കുമല്ലോ ചോദ്യം ചെയ്യുന്നതിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ അത് നമ്മൾ കാണാതിരിക്കുന്നത് എന്താണ്? അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വസ്തുത തെളിയലല്ല, കക്ഷി രാഷ്ട്രീയ താല്പര്യമാണ് ഇതിൻ്റെ ഉള്ളടക്കമായി നിങ്ങൾ കാണുന്നത് എന്നല്ലേ? ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം തോന്നിയാൽ മറുപടി പറയാനാകുമോ റോണി കെ ബേബി? അങ്ങ് ഇവിടെ ആദ്യം ചൂണ്ടിക്കാട്ടി SIT സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിട്ടാണ്, രഹസ്യ സ്വഭാവത്തോടെയാണ്, അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ
ഈ അടൂർ പ്രകാശിന് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല. ഞാൻ ഇവിടെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല, ഞാൻ അതിന്റെ ഒരു സാമാന്യ യുക്തി മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രം ചോദിക്കുക. അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല, SITയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ല, ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് പോവുകയാണ് എന്ന വാർത്ത എങ്ങനെ പുറത്തു വന്നു? അല്ല, അതാ ഞാൻ പറഞ്ഞു, അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഇപ്പോൾ മാധ്യമങ്ങളുടെ എഫിഷ്യൻസിയോ ആക്യുറസിയോ അല്ലല്ലോ, വാർത്തകൾ നൽകുന്നതിൽ ആക്യുറസി അല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സത്യം തെളിയണമെന്നല്ലേ റോണി കെ ബേബി? എന്തിനാണ് മറ്റൊരു ദിശയിലേക്ക്? അതിനകത്ത് ഞാൻ എന്റെ ഒരു ഇപ്പോൾ അങ്ങ് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോൾ, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന്റെ തൊട്ട് അടുത്ത 2 ദിവസങ്ങളിലാണ്, ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നത്. ആ CPM-ന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം പങ്കെടുത്ത നേതാക്കൾ പോലും വന്നിട്ടില്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്ത കാര്യം. അപ്പോൾ ഞാൻ അതിന്റെ അകത്തുള്ള ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം അത് ഞാൻ അപ്പോൾ അത് പറഞ്ഞു. SIT യഥാർത്ഥത്തിൽ വളരെ കോൺഫിഡൻഷ്യലായും അവരിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഏൽപ്പിക്കപ്പെട്ട അന്വേഷണവും നടപടിക്രമങ്ങളും വളരെ ഭദ്രമായി ചെയ്യുന്നു എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഭരിക്കുന്ന പാർട്ടിയോ അവരുടെ മുന്നണിയോ പോലും ഇതിൽ ഇടപെടുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, താങ്കൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ? SIT അത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യലായി വെച്ചോട്ടെ. പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ സ്വന്തം സഹപ്രവർത്തകരോട് ആ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ 2 ദിവസത്തെ ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എങ്ങനെ CPM-നെ പ്രതികൂലമായി ബാധിച്ചു, അത് പാർട്ടിയെ നെഗറ്റീവായി ബാധിച്ചു എന്നതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ചയിൽ കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ, കൂടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കൾ, ഇവരാരും ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന CPM-ന്റെ മുതിർന്ന നേതാവിനെ ചോദ്യം ചെയ്ത വിവരം അവരാരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വിഷയോട് നിൽക്കട്ടെ, ഏതൊക്കെയാലും ഞാൻ എന്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം ചെയ്യില്ല ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഏത് രീതിയിലുള്ള ചോദ്യം ചെയ്തലും ആയിക്കോട്ടെ. അടൂർ പ്രകാശ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവിടെ ഒരു ന്യായീകരണവും അദ്ദേഹം മുട്ടുവാദങ്ങളും അദ്ദേഹം ഉയർത്തിയിട്ടില്ല. അന്വേഷണം വളരെ കൃത്യമായി തന്നെ ഇനി ഭയങ്കര സ്വാഭാവികമാണ്. കാരണം അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും SITക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അന്വേഷിക്കട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറും ഒരു ഫോട്ടോഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഫോട്ടോഗ്രാഫിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആന്റണിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണ്ടേ? ഇപ്പോൾ അതില്ലല്ലോ. അപ്പോൾ അതിനപ്പുറത്തേക്ക് SITക്ക് എന്തൊക്കെയോ കാതലായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ഇപ്പോൾ കടകംപള്ളിയെ മുൻ മന്ത്രി എന്ന നിലയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അറിയാവുന്നത് എന്ന് ചോദിച്ചറിയാൻ ആയി വിളിക്കുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നത്, ഇത് കടകംപള്ളി തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. എന്നോട് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചോദിച്ചാരാഞ്ഞു, അതേ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് കടകംപള്ളി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു യുക്തിയുണ്ട്, അവിടെ ഒരു ലോജിക്കുണ്ട്. പക്ഷേ അടൂർ പ്രകാശ് എന്ന UDF കൺവീനർ ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിക്കുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ചില വസ്തുതകൾ ലഭിച്ചിട്ടായിരിക്കുമല്ലോ അടൂർ പ്രകാശിലേക്ക് ഇതിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ കൈ നീളുന്നത്. അപ്പോൾ ആ ലോജിക്ക് താങ്കൾക്ക് പിടികിട്ടാത്ത എന്താ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആകെ നമുക്ക് ഒന്ന് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്, സങ്കല്പിക്കാൻ കഴിയുന്നത് ഈ ഫോട്ടോ നമ്മുടെ മുമ്പിൽ അല്ല ശരി, ഞാൻ അങ്ങനെയെങ്കിൽ ഞാൻ ഞാൻ ചലഞ്ച് ചെയ്യാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അടൂർ പ്രകാശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവുകൾ, അല്ലെങ്കിൽ അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തനാണല്ലോ, മാധ്യമ പ്രവർത്തകർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മറ്റ് ആളുകൾ അറിയുന്നതിന് മുമ്പ് തന്നെ രഹസ്യ സ്വഭാവമുള്ള പല കാര്യങ്ങളും മാധ്യമങ്ങൾ കിട്ടാറുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങ് പറയൂ, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അടൂർ പ്രകാശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവുകൾ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഉള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കാവുന്ന മറ്റെന്തെങ്കിലും, ഈ ഫോട്ടോഗ്രാഫ് അല്ലാതെ മറ്റെന്തെങ്കിലും ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ പറഞ്ഞിട്ടില്ല അടൂർ പ്രകാശിന് പോറ്റിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കാര്യങ്ങൾ അറിയാമോ എന്ന്. മാത്രമല്ല, ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലല്ലോ ഞാൻ. പക്ഷേ അറിയുന്നതിൽ വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞ് കടകംപള്ളിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹം അപകീർത്തിക്ക് കേസ് കൊടുക്കുകയും അപ്പോൾ കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുകയും ചെയ്ത നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എവിടെയാണ്? ആ ചോദ്യമാണ് എനിക്ക് ഉത്തരമായി ചോദിക്കാനുള്ളത്. എന്ത് തെളിവാണ് കടകംപള്ളിക്കെതിരെ നിങ്ങൾക്കുണ്ടായിരുന്നത്, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത്? എന്താണത് കോടതിയിൽ കാണിക്കാത്തത്? കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉയരുവാനുള്ള കാരണം എന്താ? കാരണം ഈ 2019 ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്വർണ്ണ കവർച്ച ഉൾപ്പെടെയുള്ള ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ദുരൂഹമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം
ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് അല്ല ദേവസ്വം ബോർഡിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അതാണ് പ്രതിപക്ഷം. കാരണം ഈ പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് അതെ, വകുപ്പ് അതാണ് മന്ത്രി അവിടെയാണ് എൻ്റെ കാതൽ. അതായത് ശബരിമല ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കം കീഴിൽ വരുന്ന ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അറിയാവുന്നത് എന്ന് പറയാൻ ചോദിക്കുന്നതിലൊരു യുക്തിയുണ്ട്. പക്ഷേ അടൂർ പ്രകാശ് എന്ന UDF കൺവീനർ പോറ്റിയുമായി എന്തിനാണ് ബന്ധം വെക്കുന്നത്? എന്തിനാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് പോകുന്നത്? അവിടെ എന്തോ ചീഞ്ഞു നാറുന്നതില്ലേ? പ്രത്യേകിച്ച് VS ശിവകുമാറിൻ്റെ കാലത്ത് അടക്കം, VS ശിവകുമാറിൻ്റെ സഹോദരൻ്റെ അവിടെ ദേവസ്വത്തിൻ്റെ ഭാഗവാക്കായിരിക്കുന്ന ഘട്ടത്തിലടക്കം ഉയർന്ന ആരോപണങ്ങൾ പലതുമുണ്ട്. അതുമൊക്കെ ഇതിലേക്ക് എത്തിയാൽ മാത്രമേ ഈ അന്വേഷണം സമഗ്രമാവുകയുള്ളൂ. അപ്പോൾ പോറ്റിയുമായുള്ള റോളുകൾ എന്തൊക്കെ? അപ്പോൾ അത് കേവലം ഒരു ഫോട്ടോ മാത്രമാണോ സോണിയാഗാന്ധിയിലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ? ഇതൊക്കെ പരിശോധിച്ചിട്ടാകാം ഒരുപക്ഷെ ചോദ്യം ചെയ്യലായി വിളിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കും രണ്ട് വ്യത്യസ്തമായ മെറിറ്റില്ലേ റോണി കെ ബേബി? ഒന്ന്, ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് ആ കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് പറയാനുണ്ട് ഈ അന്വേഷണം നിർണായകമായി പുരോഗമിക്കുമ്പോൾ എന്നുള്ളത് അറിയുന്നത് സ്വാഭാവികമായൊരു നടപടിക്രമമാണ്. പക്ഷേ UDF കൺവീനറായ അടൂർ പ്രകാശിനെ എന്തിനാണ് പോറ്റിയുമായി ബന്ധം വെക്കുന്നത്? എന്തിനാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് പോകുന്നത്? എന്തിനാണ് ഈ വിഷയത്തിൽ പോറ്റിയുമായി ബന്ധം വെക്കുന്നതിൽ ഇത്രത്തോളം ദുരൂഹതകൾ അവിടെ ഉയരുന്നത്? അപ്പോൾ ആ സംഭവത്തെ സംബന്ധിച്ച് ചോദിക്കുന്നതിലല്ലേ അസ്വാഭാവികതയുള്ളത്? ദേവസ്വം ബോർഡിന്റെ ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്നു എന്ന കപ്പാസിറ്റിയിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധമുണ്ട്, എന്തൊക്കെ അടിസ്ഥാനമുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞത് റോണി കെ ബേബിയുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ആ VD സതീശനെ അദ്ദേഹം വെല്ലുവിളിച്ചു. എങ്ങനെ? രാഷ്ട്രീയമായി മാത്രമല്ല, നിയമപരമായും വെല്ലുവിളിച്ചു. എന്താണ്? അപകീർത്തിക്ക് കേസ് കൊടുത്തു. പക്ഷേ അപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ VD സതീശൻ പറഞ്ഞത് എന്താണ്? അതിനുള്ള തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുന്നില്ല, കോടതിയിൽ നൽകുന്നു. ശരി, കോടതിയിൽ നൽകട്ടെ. കോടതിയിൽ ഇതുവരെ നൽകിയോ? അപ്പോൾ നൽകാതെ, തെളിവില്ലാതെയല്ലേ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും മുമ്പോട്ട് പോയത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞോട് നിൽക്കട്ടെ. എന്താണ് പത്മകുമാർ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? താങ്കൾക്കറിയാമോ? അറിയില്ല, നമുക്കാർക്കും അറിയില്ല. ഇതൊക്കെ ഊഹാപോഹങ്ങളുടെ വാർത്തകൾ മാത്രമാണ്. സീൽ ചെയ്ത കവറിലാണ് കോടതിയിൽ എത്തിക്കുന്നത്. കോടതിയിൽ അടച്ചിട്ട മുറിയിലാണ് ഈ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇടക്കാല റിപ്പോർട്ടുകളൊക്കെ എത്തുമ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവമുണ്ട്. മാധ്യമങ്ങൾ പലതും പറയും, പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യും. അതല്ലല്ലോ ജനാധിപത്യ മര്യാദയിൽ നമ്മൾ ഒരു കേസിനെ ഒരു രാഷ്ട്രീയ കക്ഷി നേരിടുമ്പോൾ ചെയ്യേണ്ടത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, അങ്ങനെയോട് ഞാനൊരു കാര്യം ചോദിച്ചത്, എല്ലാം അങ്ങ് പറഞ്ഞു ഇൻ ക്യാമറ അല്ലെങ്കിൽ എല്ലാം കോടതി സീൽ ചെയ്ത അടച്ചുപൂട്ടപ്പെട്ട മുറിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം കോടതി വാക്കാൽ പറഞ്ഞ കാര്യങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഏത് കോടതി പറഞ്ഞു? കേരള ഹൈക്കോടതി. ഞാൻ പറയാം, ഏത് അവസരത്തിലാണ് പറഞ്ഞത്? കൃത്യമായി കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ വളരെ സങ്കുചിതമായ മെറിറ്റുകൾ മാത്രമുള്ള കോടതിയുടെ ആ ഘട്ടത്തിൽ പറഞ്ഞ നിരീക്ഷണമാണ്. പക്ഷേ അതിൻ്റെ അപ്പർ കോർട്ട് ഏതാണ്? അപ്പർ കോർട്ട് മീൻസ് അതിനേക്കാൾ ഉയർന്ന ബെഞ്ച് ഏതാണ്? 2 പേരുള്ള ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ച് എന്താണ് പറഞ്ഞത്? ആ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് കോടതിക്ക് ഈ SITയുടെ അന്വേഷണത്തിൽ ഇതുവരെ തൃപ്തിയാണ്, നിങ്ങൾ അന്വേഷണവുമായി മുമ്പോട്ട് പോകാം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ആ സംഘത്തെ വിപുലീകരിക്കാനുള്ള ഉപഹർജി SIT നൽകുന്നു. ഇന്നാ പിടിച്ചോ, 2 പേരെയും കൂടെ നൽകി വിപുലീകരിക്കൂ എന്ന അംഗീകാരവും ഹൈക്കോടതി കൊടുത്തു. അപ്പോൾ ഇതുവരെ ഹൈക്കോടതിക്ക് തൃപ്തിയല്ലേ ഉള്ളത്? ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ സിംഗിൾ ബെഞ്ച് പറഞ്ഞ നിരീക്ഷണമല്ല, ഈ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട് നടത്തുന്ന 2 അംഗ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ആ ബെഞ്ച് പറഞ്ഞ കാര്യമാണ് തൃപ്തി ഈ അന്വേഷണത്തിൽ നിന്ന്. അതല്ലേ പരിഗണിക്കേണ്ടത് റോണി കെ ബേബി? അപ്പോൾ എന്താണ് നിങ്ങളുടെ താല്പര്യം? സത്യാവസ്ഥ പുറത്തു വരണ്ട എന്നാണോ? ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ കൃത്യമായി കണ്ടുപിടിക്കുകയും ആ സ്വർണം വീണ്ടെടുക്കുകയും ചെയ്യണമെന്ന സർക്കാരിൻ്റെ ഇഷ്ടവും ആവശ്യവും അല്ലേ നിങ്ങൾക്കുള്ളത്? ഇതിൽ മീൻ പിടിക്കലാണോ നിങ്ങളുടെ ഉദ്ദേശം റോണി കെ ബേബി? ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നുള്ള നിരീക്ഷണങ്ങളും മേൽനോട്ടങ്ങളും വഹിക്കുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചല്ല. സിംഗിൾ ബെഞ്ച് ഒരാളുടെ ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവാം, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോവാം. പക്ഷേ എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അതിൽ ഫാക്ച്വലറുണ്ട്, താങ്കൾ പറഞ്ഞാൽ ഫാക്ച്വലറുണ്ട്. ഈ 2 അംഗ ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യത്തിൽ മേൽനോട്ടം വഹിച്ച് മുമ്പോട്ട് പോകുന്നത്. അവർ ഈ വിഷയം SIT സീൽ ചെയ്ത കവറിൽ ഇടക്കാല റിപ്പോർട്ട് നൽകുമ്പോൾ, അവർ ആ വിഷയം പരിഗണിച്ചിട്ട്
അതിൽ തൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഒന്ന്. രണ്ട്, തൃപ്തി ഉള്ളതുകൊണ്ടാണല്ലോ സ്വാഭാവികമായും SITയുടെ ഉപഹർജിയിൽ ഇത്തരത്തിൽ ആ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ അനുമതി നൽകുന്നത്. റോണി കെ ബേബി എന്തിനാണ് ഈ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങളെ കാണുന്നത്? അടൂർ പ്രകാശിൽ ആരെയും ചോദ്യം ചെയ്തോട്ടെ, എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ വളരെ കൃത്യമായി അങ്ങ് പറഞ്ഞത് ഹൈക്കോടതിയുടെ ഇപ്പോൾ പറഞ്ഞ ബെഞ്ചിന്റെ റിട്ടൺ സ്റ്റേറ്റ്മെന്റ്, റിട്ടൺ ആയിട്ടുള്ള ജഡ്ജ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത്. ഈ റിട്ടൺ ജഡ്ജ്മെന്റിൽ പറയാത്ത ഹൈക്കോടതി വാക്കാൽ പറഞ്ഞ ചില നിരീക്ഷണങ്ങളുണ്ട്. ആ നിരീക്ഷണങ്ങൾ അവർ എന്താണ് പറഞ്ഞതെന്ന് അങ്ങേക്കറിയാം. എന്താണ് ഇതിന് വേഗം അല്ല, അത് അങ്ങനെയല്ലെന്നാ പറഞ്ഞത്. അത് സിംഗിൾ ബെഞ്ച് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പറഞ്ഞ ചില നിരീക്ഷണങ്ങളാണ്. അവിടെ ചുരുങ്ങിയ മെറിറ്റ് മാത്രമേ ഉള്ളൂ. വിശാലമായി കേസിന്റെ ഒന്നാകെ സമഗ്രമായ മെറിറ്റ് മുമ്പിലുള്ള ഡിവിഷൻ ബെഞ്ച്, രണ്ടംഗ കോടതി പറഞ്ഞ രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ കാര്യം, ഇതിൽ മേൽനോട്ടം വഹിക്കുന്ന കോടതി പറഞ്ഞ കാര്യം, കോടതിയുടെ ബെഞ്ച് പറഞ്ഞ കാര്യം ഈ അന്വേഷണത്തിൽ തൃപ്തി എന്നാണ് റോണി കെ ബേബി. അതുകൊണ്ടാണ് ഹൈക്കോടതി അനുമതി നൽകുന്നത്. എന്തിന്? അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ. ആ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനുള്ള ഉപഹർജി നൽകിയത് SIT ആണെന്നേ. നമുക്ക് ഏതായാലും ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാം. എന്താണ് റോണി കെ ബേബി യഥാർത്ഥ പ്രശ്നം? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണോ? ഞാൻ പറയട്ടെ, ഈ അന്തിമ റിപ്പോർട്ട് SIT നൽകാനായിട്ട് ജനുവരി ആദ്യത്തെ ആഴ്ച വരെ സമയം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകാൻ പോകുന്ന നിരീക്ഷണം എന്നാണെന്നുള്ളത് നമുക്ക് അന്നേരം വളരെ വ്യക്തമായിട്ട് അറിയാം. കേരള ഹൈക്കോടതി തന്നെ ഈ കേസിന്റെ കേൾക്കാനിരിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, ഈ കേസിന്റെ പല ഘട്ടങ്ങളിലും ഈ കേസിന്റെ മെല്ലപ്പോക്കിൽ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന ആ വേഗത കുറവിനെ കുറിച്ച്, അത് സിംഗിൾ ബെഞ്ച് ആയിക്കോട്ടെ, അല്ല ഡിവിഷൻ ബെഞ്ച് ആയിക്കോട്ടെ, ദേവസ്വം ബെഞ്ച് ആയിക്കോട്ടെ, ഏത് ബെഞ്ചും ആയിക്കോട്ടെ, ഹൈക്കോടതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആ പ്ലാറ്റ്ഫോമിൽ കൃത്യമായി തന്നെ നിരീക്ഷണം വന്നിട്ടുണ്ട്. ഉദ്ദേശിക്കുന്ന വേഗതയിലല്ല കേസ് പോകുന്നത്. ഇപ്പോൾ തന്നെ പറയുന്നു 2 ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കാൻ വേണ്ടി അത് അന്വേഷണ സംഘം വിപുലീകരിച്ചു. ഞങ്ങൾക്ക് കൃത്യമായ അതിനകത്ത് ആക്ഷേപമുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ ആരോപണമുണ്ട്. കാരണം ഈ കേസ് അട്ടിമറിക്കും. കാരണം ഇവിടെ സർക്കാരിനും CPM സേഫ് ആകണം. അന്വേഷണ സംഘത്തിന് മേൽ എന്ത് ആരോപണം വന്നാലും അത് സർക്കാരിന്റെ പ്രശ്നമല്ല. അപ്പോൾ സർക്കാരിന് പറയാം, ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള അന്വേഷണ സംഘമല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണ സംഘമാണെന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുക്കാം. പക്ഷെ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണമെന്ന് പോലുമുള്ള ആവശ്യം, ഈ 2 പുതിയ ഉദ്യോഗസ്ഥന്മാരെ അവിടേക്ക് കുത്തിക്കയറ്റിയിരിക്കുന്നത്, തിരികെ കയറ്റിയിരിക്കുന്നത്, അതുപോലും അതൊക്കെ കൃത്യമായി തന്നെ CPM ഫ്രാക്ഷനിലുള്ള 2 ഉദ്യോഗസ്ഥരെയാണ്. കൃത്യമായി അതിന് വിശദാംശം അറിയാം. അങ്ങനെ ഞങ്ങൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല എന്നൊന്നും പിന്നെ ഇവിടുത്തെ ഭരണപക്ഷവും CPM കൈൻലൈറ്റ് ചെയ്യുമെന്നും വിചാരിക്കേണ്ട. ഈ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്താണെന്നും ആ ഉദ്യോഗസ്ഥന്മാരുടെ പേര് സഹിതം അതായത് ഈ അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ ഇതുവരെ പരിഭവങ്ങളില്ല. ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നത് അതിൻ്റെ വിശാല അർത്ഥത്തിൽ പരിഗണിക്കുള്ളൂ. കാരണം വിദേശത്തേക്കൊക്കെ കടത്തുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉള്ള ഘട്ടത്തിൽ അപ്പോൾ ഒരു ഉന്നത ഏജൻസി അന്വേഷിക്കണം. പക്ഷേ ഇപ്പോഴത്തെ SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഒരു പരിഭവവുമില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തെ നേതാക്കന്മാരാണ്, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ. റോണി കെ ബേബി എന്താണ് ഈ പറയുന്നത്? ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഒരു സ്റ്റേജ് വരെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ അന്വേഷണത്തിൽ കോൺഗ്രസിന് തൃപ്തിയില്ലേ? അത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാനുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഓപ്പൺ ആയിട്ട് എന്നിട്ട് എന്തിനാണ് ഇന്നലെ SITയുടെ ചോദ്യം ചെയ്യുന്ന തിരുവനന്തപുരത്തെ ആ ബിൽഡിങ്ങിലേക്ക് എന്തിനാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധ മാർച്ച് നടത്തിയത്? നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഈ അന്വേഷണത്തിൽ തൃപ്തിയാണ്, കാരണം കോടതി മേൽനോട്ടമുണ്ട്, ഈ കാര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്ന പ്രതിപക്ഷ നേതാക്കൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉള്ളപ്പോൾ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് SITയുടെ ആസ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ SITയുടെ ഈ ഡി മണിയെയൊക്കെ ചോദ്യം ചെയ്യുന്ന അവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്തിനാണ്? അപ്പോൾ അടൂർ പ്രകാശിനെ വിളിക്കുമ്പോഴാണോ നിങ്ങൾക്ക് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ അന്വേഷണത്തിൽ ഇപ്പോൾ അസ്വാരസ്യം തോന്നുന്നത്? അങ്ങ് എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണം. ഞാനിവിടെ കൃത്യമായി പറഞ്ഞോട്ടെ, ഈ കേസിന്റെ ഒരു ഘട്ടം വരെ ഞങ്ങൾക്ക് പൂർണ്ണമായി തൃപ്തി ഉണ്ടായിരുന്നു ആദ്യ ഘട്ടത്തിൽ. പക്ഷേ ഏത് ഘട്ടത്തിലാണ് തൃപ്തി പോകുന്നത്? കാരണം ഞാൻ കൃത്യമായി പറയട്ടെ, കാരണം ഇത് CPM ആണോ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇതെന്താ, എന്തുകൊണ്ടാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇത്ര നീട്ടിക്കൊണ്ടുപോയത്? കാരണം പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ CPM രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകും. നിങ്ങൾ അതുകൊണ്ടാണ് ആഴ്ചകൾ നീട്ടി. എന്താണ് റോണി കെ ബേബി ഇങ്ങനെ പറയുന്നത്? കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ എങ്ങനെയാണ് CPIM ഇടപെടാനാകുന്നത്? കാരണം എൻ വാസുവിനെ പത്മകുമാറിനെയും SIT റോണി കെ ബേബി പറഞ്ഞതിലെ ഒരു ഫാക്ച്വൽ എറർ കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യഘട്ടത്തിൽ നിയമസഭയിലടക്കം പ്രതിപക്ഷത്തിന്
ഇത്തരത്തിൽ SITയുടെ ഒരു അന്വേഷണത്തോട് താല്പര്യമില്ലായിരുന്നു. CBI കേന്ദ്രത്തിൽ മോദിയുടെ CBI വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിലാണ് SIT നടക്കുന്നതെന്ന് അറിയുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് കോൺഗ്രസ് ഈ അർത്ഥത്തിലേക്ക് ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോഴും ഇതുവരെ കോടതി അടക്കം തൃപ്തി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണം ഇങ്ങനെ പോകട്ടെ, SIT അന്വേഷിക്കട്ടെ എന്ന് തന്നെയായിരുന്നു ഇന്നലെ വരെ നിങ്ങളുടെ നേതാക്കളുടെയും കോൺഗ്രസിൻ്റെ അഭിപ്രായം. ഇന്ന് മാറുന്നത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടാകാം. ഞാൻ മറ്റുള്ള അതികളിലേക്കൊന്ന് പോവുകയാണ്. അത് CPM-ന്റെ കൈരളിയുടെ മാത്രം ഭാഷ്യമാണ് എന്ന് കൂടി ഞാനിവിടെ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഞാൻ മറുമൊഴിയായി ക്രോഡീകരിച്ചത്. കാരണം ഞാനത് ക്രോഡീകരിക്കുക മാത്രമാണ്. എന്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക, എനിക്കത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ല, താങ്കൾ ഇത്രയും നേരം സംസാരിച്ചു, അതിൽ വന്ന സംശയങ്ങൾ മാത്രമാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ അതിന്റെ സംശയം താങ്കൾക്ക് അറിയാവുന്ന രീതിയിൽ അത് റിവീൽ ചെയ്യുകയും ചെയ്തു. എനിക്കൊരു 30 സെക്കൻഡ് ഒക്കെ തന്നെ ഞാൻ ക്രോഡീകരിച്ചു. പറയൂ. കാരണം ഈ കേസിൽ ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളും കേരളത്തിലെ മലയാളികൾക്ക് മുഴുവൻ അറിയാം. പറയാം. ആദ്യം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു, ഒരു നിസ്സാരമായി കണ്ടു. അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് മുഴുവൻ, CPM-ന്റെ മുഴുവൻ നേതാക്കൾ അടങ്ങുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അകത്തുപോയി. ഇനിയും അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ മുതിർന്ന നേതാക്കൾ അകത്തു പോകുമെന്ന് മനസ്സിലായപ്പോൾ SIT സ്വാധീനിക്കാൻ ശ്രമിച്ചു. കോടതിയുടെ മേൽനോട്ടത്തിൽ SIT സ്വാധീനിക്കാൻ ശ്രമിച്ചു അല്ലേ? കാരണം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നെ കേരള സർക്കാരിന്റെ അല്ലേ, ഹൈക്കോടതി. താങ്കളുടെ വാദം ക്ലിയർ ആണ്. ശ്രീ A. സമ്പത്ത്, ഇദ്ദേഹം റോണി കെ ബേബി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ ഈ അർത്ഥത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ തൃപ്തിയായിരുന്നു, ആദ്യം തൃപ്തിയില്ലായിരുന്നു, പിന്നീട് തൃപ്തിയായി, ഇപ്പോൾ വീണ്ടും തൃപ്തി പോകുന്നു. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഏത് തരത്തിലാണ് നിങ്ങൾ ഭരണം ഉപയോഗിച്ച് അതിലേക്ക് ഇടപെടുന്നത്? ജിംഷാദെ, നമ്മുടെ ഈ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 20 മിനിറ്റ് ആവുകയാണ്. തീർച്ചയായും. അപ്പോൾ താങ്കൾ ചില കാര്യങ്ങൾ ചോദിച്ചു, വ്യക്തത വരുത്താനായി. അപ്പോൾ പ്രൊഫസർ റോണി കെ ബേബി കാര്യങ്ങൾക്ക് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം ആ കാര്യത്തിൽ വളരെ മാന്യമായി പറഞ്ഞു. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ശ്രീ ജയചന്ദ്രൻ അടക്കമുള്ളതാണല്ലോ. ഞാനൊരു 30 മാസത്തിലേറെ കാലം ഈ ദേവസ്വം വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന, ഇന്ന് ലോക്സഭാംഗമായിട്ടുള്ള സഖാവ് K. രാധാകൃഷ്ണൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റിൻ്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ്. ശ്രീ R. ശങ്കർ അതിലെ ബോർഡ് അംഗമായിരുന്നു. മറ്റൊരാൾ ശ്രീ ശങ്കരനാരായണ അയ്യരായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും പലപ്പോഴും ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചെയർമാനെ അതിൻ്റെ പ്രസിഡൻറ്റിനെയും കുറിച്ചൊക്കെ പലപ്പോഴും ആരോപണങ്ങൾ, അപവാദങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുമൊക്കെയാണ് വന്നിട്ടുള്ളത്. എങ്കിലും ഈ ശ്രീ R. ശങ്കറാണ് ദേവസ്വം ബോർഡിൽ അംഗമായിരുന്ന ഒരാൾ പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. 1967 വരെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് ഒട്ടും ഭദ്രമല്ല എന്നത് മാത്രമല്ല, ശമ്പളം പോലും മുടങ്ങിയത് മാത്രമല്ല, ശബരിമലയിലേക്കൊന്നും അങ്ങനെയൊന്നും ബസ് സർവീസ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ വളരെ കഷ്ടമായിരുന്നു. അവിടുത്തെ ദൈനംദിനം ചെലവുകൾ നടത്താനോ ശമ്പളം കൊടുക്കാനോ പോലും കഴിയാതിരുന്ന കാലത്ത് പ്രാക്കുളം ബാസി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് CPIM-ൻ്റെ മുതിർന്ന നേതാവായ പുന്നപ്ര വയലാർ സമരസേനാനിയായ സഖാവ് PK ചന്ദ്രാനന്ദൻ പാർട്ടി നിർദ്ദേശാനുസരണം അതിൻ്റെ ബോർഡ് അംഗമാകുന്നത്. അങ്ങനെ റോഡ് തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ, അത് PK ചന്ദ്രാനന്ദ റോഡ് തന്നെയുണ്ട്. ആ PK ചന്ദ്രാനന്ദ റോഡ് അത്തരത്തിൽ അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ CPM-നെ ആക്ഷേപിക്കുന്നവരെയും കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നവരെയും ഇതിലൊക്കെ തന്നെ എല്ലാത്തിൻ്റെയും പഴി ഞങ്ങൾക്കാണല്ലോ. അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. 2 കൈ നീട്ടി അത് സ്വീകരിച്ചുകൊള്ളാം. അത് നമ്മൾ സ്വീകരിക്കുന്നു. ഒരു വിധത്തിലുള്ള നമുക്കതിനുള്ള എന്തെങ്കിലും വിധത്തിലുള്ള ആക്ഷേപവും ഇല്ല. PKC അക്കാര്യത്തിൽ സത്യസന്ധമായി, സുതാര്യമായി, സംഘടനാ പാടവത്തോടുകൂടി അക്കാര്യങ്ങൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ചെയ്തു. വേറൊരു കാര്യമാണ്, ജിംഷാദ് ഒന്നും ഈ അന്ന് ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല. അതിൽ ഒരു കാര്യം കൂടി, ഈ നാട്ടിലൊരു പ്രദക്ഷിണം ശബരിമല ശാസ്താവിൻ്റെ അതേ വിഗ്രഹത്തിൻ്റെ രൂപത്തിലുള്ള, അത് ഓർമ്മയുള്ള പലരും ഉണ്ടാവും. അങ്ങനെ ആ പ്രദക്ഷിണം നടത്തിയിട്ടാണ് പല ആളുകളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും പണം സംഭരിച്ച് ഈ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി അത്തരത്തിൽ ഈ പണവും വിഭവങ്ങളും ശേഖരിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ ആ തുടക്കമിടുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, സഖാവ് PKC-ആണ്, PK ചന്ദ്രാനന്ദനാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കാലത്ത് നമ്മൾ VS-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇപ്പോൾ BJP-യിലേക്ക് പിന്നീട് പോയിട്ടുള്ളതായ ഒരു നേതാവുണ്ട് കോൺഗ്രസിൻ്റെ, പ്രൊഫസർ റോണി കെ ബേബിയുടെ തന്നെ നേതാവായിരുന്ന രാമൻ നായർ. KSUവിൽ കൂടിയാണ് അദ്ദേഹം ഉയർന്നു വന്നത്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളാണ്.
ആ രാമൻ നായരുടെ കാലത്ത് ദേവസ്വം ബോർഡിലെ അഴിമതി എന്നുള്ളത് അവിടെ ഈ വിശ്വാസികളായിട്ടുള്ളവർക്കും തീർത്ഥാടകർക്കും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞാൽ തന്നെ വല്ലാതെ നാണക്കേട് തോന്നുന്ന നിലയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി 4 എന്നുള്ളതിൽ നിന്ന് 2 ആയി ചുരുക്കുന്നത്. അത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അങ്ങനെ ഓർഡിനൻസ് കൊണ്ടുവന്നു. ഈ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് പ്രൊഫസർ റോണി കെ ബേബിയുടെ പാർട്ടി അതിനെല്ലാം നഖശികാന്തം എതിർക്കുകയുണ്ടായി. എന്നാൽ അത് ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത അന്ന് ദേവസ്വം ബോർഡിൽ അഴിമതിയെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു. വിവിധ യൂണിയനുകൾ ഏറ്റെടുത്തു, മാധ്യമങ്ങളിലടക്കം വന്നു. ഞാൻ ഓർമ്മയുണ്ട്, ഞാൻ ആ യോഗത്തിൽ പ്രസംഗിച്ച ആളാണ്. ആ യോഗം പാളയത്ത്, നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ കുറേ അപ്പുറത്ത് പാളയത്ത് അതിൻ്റെ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് യശസ്വരീയനായ ടി ശിവദാസ മേനോനായിരുന്നു. ഈ VS-ൻ്റെ ഗവൺമെൻറ് കാലത്തിന് ശേഷം പിന്നീട് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നു. ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്കടക്കം കേസുകൾ പല ആളുകളും കൊണ്ടുപോയി. ആ കേസിൽ മറ്റൊരു കാര്യം കൂടി അറിയാനുള്ളത്, ആദരണീയനായ ജസ്റ്റിസ് ശ്രീ പരിപൂർണൻ്റെ ബെഞ്ചിന് മുമ്പാകെ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ നേതാവായിരുന്ന ശ്രീ ഷാജി ശർമ്മയെ അവിടെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ വല്ലാതെ വിമർശിക്കുകയുണ്ടായി. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം, വിളിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. ചവറയിലാണ് അദ്ദേഹം. ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നതിന് ശേഷമാണ് PSCക്ക് ഇടയ്ക്ക് വിട്ടതാണ്. അതിനെ സംബന്ധിച്ച് പിന്നീട് വിവിധ സാമുദായിക സംഘടനകളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായമുണ്ടായി. അത് പുനഃപരിശോധിച്ചുകൊണ്ടാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നത്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ശ്രീ രാജഗോപാലൻ നായർ അതിൻ്റെ ആദ്യത്തെ ചെയർമാനാകുന്നത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ ശ്രീ മോഹൻദാസാണ്. മുമ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന മനുഷ്യനാണ്. ഇതിലെ ഈ സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് അത്തരത്തിൽ ഇതിന് പരീക്ഷ, ഇൻ്റർവ്യൂ, അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഈ കാര്യങ്ങളിൽ ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ടെല്ലാം വരുന്നത്. മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് വല്ലാതെ ഒരു വെപ്രാളം വരുന്നതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ആരോപണത്തിനൊന്നുമല്ല ഞാൻ തയ്യാറാവുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ കുഞ്ഞിരാമൻ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗമായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 പേരുള്ളതിൽ ഒരംഗം അദ്ദേഹമായിരുന്നു. അന്നൊക്കെ നടന്നിട്ടുള്ള നിയമനങ്ങളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ നിയമനങ്ങൾ നേടിയ പല ആളുകളും അത് ഉന്നതരായ സ്ഥാനത്തെത്തി, പല ആളുകളും റിട്ടയർമെൻറ്റ് ആയിട്ടുണ്ടാവാം. അത്തരം കാര്യങ്ങളിൽ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ഒരു ചർച്ച വരുമ്പോൾ എന്താണ്, ചില ആളുകളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ വിളിച്ചു വരുത്തുന്നു. അത് തെളിവെടുപ്പിനാണ്. ആരിൽ നിന്നാണ് തെളിവെടുപ്പ്? കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ തെളിവെടുപ്പാണ്. ശരി, അപ്പോൾ അത് CPM-ൻ്റെ നേതാക്കളോ പ്രവർത്തകരോ അങ്ങനെയുള്ള നോമിനികളോ ആണെങ്കിലോ ചോദ്യം ചെയ്യല. എന്നാൽ ഞാൻ അഭിഭാഷകനായതുകൊണ്ട് പറയണം, നിങ്ങൾ 3 പേരും വക്കീലന്മാരല്ല. ഇത് ചോദ്യം ചെയ്യലുമല്ല, ഇത് തെളിവെടുപ്പുമല്ല. മാധ്യമങ്ങൾ അങ്ങനെ എഴുതുന്നതും മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നതും അത് ശരിയായ രീതിയിലുള്ള ലീഗൽ ടെർമിനോളജി അല്ല. എന്താ പിന്നെ ഗ്യാതറിങ് ദ ഇൻഫർമേഷൻ എന്ന് പറയും. ഒരു കാര്യത്തെ സംബന്ധിച്ച് എനിക്കറിവുണ്ട് എങ്കിൽ ഞാൻ അക്കാര്യത്തെ വിവരശേഖരണമാണത്. ഇംഗ്ലീഷിൽ അത് വിവരശേഖരണമാണ്. അത് നിങ്ങളുടെ ഈ ചുരുക്കം നിങ്ങൾ യൂണിയൻ ഗവൺമെൻറ് എന്നുള്ളത് നിങ്ങളെല്ലാവരും കേന്ദ്ര സർക്കാർ എന്ന് പറയും. ഞാൻ അന്നും ഇന്നും എതിർത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ യൂണിയൻ ഗവൺമെൻറ് എന്നേ പറയാറുള്ളൂ. ഇവിടെ രാഷ്ട്രീയ നേതാക്കളടക്കം ആദ്യം ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചതിന് ശേഷം ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയിലും യൂണിയൻ ഗവൺമെൻറ് ആദ്യം ഇന്ത്യയിൽ അങ്ങനെ തമിഴ്നാട് സംസ്ഥാനം അത് ഭേദഗതി വരുത്തി. അവർ യൂണിയൻ ഗവൺമെൻറ് എന്നേ പറയുന്നുള്ളൂ, എഴുതുന്നുള്ളൂ. തമിഴിലും അങ്ങനെ തന്നെ. ഇപ്പോൾ സഖാവ് പിണറായിയുടെ ഗവൺമെൻറ്റും അങ്ങനെ ആക്കി. നല്ല കാര്യം. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്താ, ഒരു കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളുകൾ അവരെ ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ള തെളിവുകൾ ആ അന്വേഷണ സംഘത്തിന് ലഭിച്ചാൽ, അന്വേഷണ ഉദ്യോഗസ്ഥന്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒക്കെ ലഭിച്ചാൽ അവരെ ചോദ്യം ചെയ്യാം. അവർ ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ MO എന്നൊക്കെ പറയും. ഈ ക്രിമിനൽ വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയും. സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി അത് തൂക്കിയിട്ടുള്ളത് എവിടെയാണ് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അതിൽ ഈ പറയുന്നതായിട്ടുള്ള രാസപ്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിൻ്റെ തെളിവുകൾ നമ്മൾ പറയുമല്ലോ. ചിലപ്പോൾ ഈ തൊണ്ടി മുതലെടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അത് ഇതിന് ഉപയോഗിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് പ്രതിയാക്കുക. പ്രതിയായി അത്തരം വരുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കോടതി മുമ്പാകെ പ്രതിപട്ടികയിൽ അങ്ങനെ ഉണ്ടാവും. അക്യൂസ് നമ്പർ 1, 2, 3, 4 ഇൻ ദ അറേ ഓഫ് ദി അക്യൂസ്ഡ് എന്നാണ് ഞങ്ങൾ പറയുക. ഇവിടെ ഈ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്ന ആളുകൾ അവർ സാക്ഷികൾ പോലും ആകണ്ട. നാളെ ഇപ്പോൾ ആരെങ്കിലും ചോദിക്കാം എന്തുകൊണ്ട് അവരെ സാക്ഷിയാക്കിയില്ല എന്ന്. അങ്ങനെ വിവരം ശേഖരിക്കുന്ന ആളുകളെല്ലാം സാക്ഷിയാക്കലല്ല അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പണി.
ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് യാതൊരു കാര്യവും അറിഞ്ഞുകൂടാത്ത, നിയമപരമായ ഒരു പരിജ്ഞാനവും ഇല്ലാത്ത പല മാധ്യമപ്രവർത്തകരും അവരുടെ കയ്യിൽ കിട്ടിയത് ഈ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയിലേക്കെല്ലാം അങ്ങനെ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വ്യക്തമാണ് ശ്രീ സമ്പത്ത്. ശ്രീ ജയചന്ദ്രൻ സാർ, താങ്കളിലേക്ക് എത്താൻ വൈകിയതിൽ ക്ഷമിക്കണം. ഇങ്ങനെ ഒരു സിനാരിയോ ഈ അർത്ഥത്തിൽ പുരോഗമിച്ചതുകൊണ്ടാണ് താങ്കളിലേക്ക് എത്താൻ വൈകിയത്. ശ്രീ എം ജയചന്ദ്രൻ, ഇവർ രണ്ടുപേരും പറയുന്നതിനെ അവരവരുടേതായ രാഷ്ട്രീയ താല്പര്യത്തിൽ ഒരു പക്ഷേ കാണാം, കേൾക്കാം, വസ്തുതകളുണ്ട് എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാൻ SIT ഒരുങ്ങുന്നത് അടക്കമുള്ള വിഷയത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഒരു നിഷ്പക്ഷ നിരീക്ഷണം താങ്കളിൽ നിന്നുണ്ടാകുന്നത്? ഇത് നമ്മൾ ഈ പിന്നെ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചിന്റെ ആ പിന്നെ സീൽഡ് കവറിൽ SITയുടെ റിപ്പോർട്ട് തരണം എന്ന് പറയുകയും അത് ലഭിച്ചതിന് ശേഷം ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഈ സ്പെഷ്യൽ ബെഞ്ച് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന ഉത്തരവുകൾ സൂക്ഷ്മമായി വായിക്കുകയും ചെയ്തിട്ടുള്ള ആർക്കും ഇതിൻ്റെ അകത്ത് ഒരു അത്ഭുതവും തോന്നില്ല. കാരണം ഡിസംബർ 5-ന്, ഇത് ഇന്ന് 31 ഡിസംബർ 5-ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ, ഉച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ഇടക്കാല ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ 2019 മുതൽ 2025 വരെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് SIT. പക്ഷെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ 2014 മുതൽ ഉള്ളത് കൂടി അന്വേഷിക്കണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഇത് ശ്രീ റോണി കെ ബേബി പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അദ്ദേഹം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ഇതെന്തോ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ചെയ്യുന്നതാണൊക്കെ പറയുന്നത്. ആ ഉത്തരവ് ഒന്ന് വായിച്ചു നോക്കാൻ മെനക്കെടാതെയാണ് ബഹുമാനപ്പെട്ട ശ്രീ റോണി കെ ബേബി ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നതിൽ വലിയ വ്യസനമുണ്ടെങ്കിലും വസ്തുത അതാണ്. അപ്പൊ എന്താണ് സംഭവം? അടൂർ പ്രകാശ് മാത്രമല്ലെന്നേ, അടൂർ പ്രകാശ് 2014 മന്ത്രിയാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന് പൂർത്തിയായിട്ട് ബന്ധമുണ്ടെന്നുള്ളതും പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ഇനി അദ്ദേഹത്തിന് പിന്നെ ഈ വസ്തുസ്ഥിതി വിവരങ്ങളുമായി ബന്ധപ്പെടുത്തി SIT വിളിച്ചു വരുത്തുക. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. അന്ന് ദേവസ്വം വകുപ്പ് വേറൊരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിലേക്ക് പോകേണ്ടി വരില്ലേ? എന്താ സംശയം അജിംഷാദേ? എന്താ സംശയം? ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹത്തിലേക്ക് പോകേണ്ടി വരുന്നത് അദ്ദേഹത്തിന് കുഴപ്പം അദ്ദേഹം കാണിച്ചിട്ടുള്ളതുകൊണ്ടല്ല. അദ്ദേഹത്തിന്റെ രക്തബന്ധുവായ മറ്റൊരാൾ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന മറ്റൊരു വിദ്വാൻ അവിടെ കാണിച്ചിട്ടുള്ള നഗ്നമായ അഴിമതിയുണ്ട്. ചോദിക്കേണ്ടി വരില്ലേ? അല്ല, ചോദിക്കേണ്ടി വരില്ലേ? ആ മന്ത്രിയോട് ചോദിക്കേണ്ടി വരില്ലേ? വരുമെന്നേ. ഇത് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അതാണ്. അപ്പൊ എന്തുകൊണ്ട് അടൂർ പ്രകാശ് എന്നുള്ളതിന്റെ ഉത്തരം ക്ലിയർ ആയല്ലോ. അജിൻഷാദിന് ക്ലിയർ ആയല്ല ഞാൻ ചോദിക്കുന്നത്. പ്രൊഫസർ റോണി കെ ബേബി ക്ലിയർ ആയി കാണുമല്ലോ. 1. 2, 1949 കവനന്റ് ഉണ്ട്. കവനന്റിൽ വ്യക്തമായി പറയുന്നൊരു കാര്യം, ഞാൻ കൈരളിയിലടക്കം മറ്റു പല ചാനലുകളിലും പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ്, ആവർത്തനഗ്രസ്തത ഉണ്ടാവുകയാണെങ്കിൽ ശ്രമിക്കുക എന്ന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പറയുകയാണ്. ആ കവനന്റിൽ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഈ പിന്നെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ ആൻഡ് ഓർഡർ, ആ ചുമതലയാണ് ദേവസ്വം വകുപ്പിനുള്ളത്. അതേസമയം റിച്വലിസ്റ്റിക് ആൻഡ് ഡേ ടു ഡേ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ, അതാണ് ദേവസ്വം ബോർഡിനും തന്ത്രിക്കും പൂജാരിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ള ചുമതല. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം വകുപ്പിലെ 4 പേരുള്ള ഒരു മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു മിനിറ്റ്സിനും ഒപ്പിടേണ്ടി വരാതിരുന്നിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട്. അധികാരമില്ല മന്ത്രിക്ക്, അതിൽ ഒപ്പിടാൻ അധികാരമില്ല. മന്ത്രിയുടെ PS ആയിരുന്ന ആളാണല്ലോ ഇവിടെ ഇരിക്കുന്ന സഹ സമ്പത്ത്. അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. കുറച്ചേ പറയാൻ സമയം ഉണ്ടായിരുന്നു, അദ്ദേഹം കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. അതാണ് വസ്തുത. അപ്പൊ ഈ തന്ത്രിയും പുരോഹിതരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം, അതിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ പുറത്തു കൊണ്ടുവരട്ടെ. കോടതി തെളിവ് സഹിതം വിചാരണ ചെയ്ത് അവർക്ക് നിയമാനുസൃതമായ ശിക്ഷ കൊടുക്കട്ടെ. അതിനാരാണ് തടയുന്നത്? ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? കോൺഗ്രസ്സുകാരെ പ്രചരിപ്പിക്കുന്നത് പോലെ പത്മകുമാറിനെ CPM പുറത്താക്കാത്തത് മറ്റാരോ ഉന്നതന്മാരെ പേര് വിളിച്ചു പറയുമത്രേ, അല്ലെങ്കിൽ പത്മകുമാർ. ഇതെന്ത് വിദണ്ഡവാദമാണിത്? വിദണ്ഡവാദം എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, ശ്രീകണ്ഠേശ്വരൻ പറഞ്ഞിട്ടുള്ളത് സ്വന്തം പക്ഷത്തെ ന്യായീകരിക്കാൻ
സാധ്യമാകാതെ മറുപക്ഷത്തിനെ അന്ധമായി എതിർക്കുന്ന രീതിയാണ് വിദണ്ഡവാദം. ഈ വിദണ്ഡവാദമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പിന്നെ വിളിച്ചു പറയും അത്ര. ആര് വിളിച്ചു പറയുന്നതാണ്? പത്മകുമാർ. നല്ല ലോജിക്കല്ലേ കേൾക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയുകയല്ലേ ചെയ്യുക. പറയണമെങ്കിൽ പറഞ്ഞെങ്കിൽ കൂട്ടെ. കാര്യം അസംബ്ലി ഇലക്ഷൻ ഇനി 2-3 മാസം മിച്ചമുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഇതെല്ലാം തേഞ്ഞു വാങ്ങി പോകുമല്ലോ. ഇന്നല്ലേ പ്രായോഗികമായ ഏത് രാഷ്ട്രീയക്കാരൻ ചിന്തിക്കൂ, അങ്ങനല്ലേ ഏത് കോൺഗ്രസ്സുകാരനും വിചാരിക്കൂ. അതിനൊക്കെ പകരം ഇത്തരത്തിൽ വക്രീകരിച്ച് കൊടുക്കുന്ന എന്തിനാണല്ലോ എല്ലാവർക്കും അറിയാം. അത് മറ്റൊന്ന്. ഇങ്ങനെയുള്ള ഒരുപാട് അടലുകളുടെ ഒരു സംഘാതമായിട്ടാണ് ഈ കേസിനെ അവതരിപ്പിക്കാൻ. അല്ല, ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ റോണി കെ ബേബി, താങ്കൾ പറഞ്ഞതൊക്കെ വസ്തുതാപരമായി ശരിയാണ്. ഈ റോണി കെ ബേബി ഇവിടെ ഉന്നയിച്ച ഒരു ആക്ഷേപം, SIT നിഷ്പക്ഷമായി നീങ്ങുന്നു എങ്കിൽ കടകംപള്ളിയെ കാര്യങ്ങൾ അറിയാനായി വിളിച്ചു വരുത്തിയത് 3 ദിവസം കഴിഞ്ഞാണ് മാധ്യമങ്ങൾ അറിയുന്നത്. പക്ഷേ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി ഒരുങ്ങുമ്പോൾ തന്നെ മാധ്യമങ്ങൾ അറിയുന്നു. അപ്പോൾ അതിൽ അവർക്ക് സംശയം തോന്നുന്നതാണ്. ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. താങ്കളുടെ ഈ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ ഏതായാലും ചോദിച്ചത് നന്നായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, സോഷ്യൽ മീഡിയ, പ്രതിപക്ഷ നേതാക്കൾ എത്ര ദിവസമാണ് നാട് നിരങ്ങിയത്? എത്ര ദിവസമാണ്? കണ്ടില്ലേ, നമ്മളെല്ലാം കണ്ടതല്ലേ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതായിരുന്നല്ലോ വാദം. SITയെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിശ്ചയിച്ചതിന് ശേഷം അതായിരുന്നല്ലോ. അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീടോ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത് മാധ്യമങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? പെരുന്നാൾ അങ്ങേരുടെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അറിയുന്നത് അല്ലേ? എന്തുകൊണ്ട് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞില്ല? കാര്യം മുരാരി ബാബു കോൺഗ്രസ്സുകാരനാണല്ലോ, INTUC നേതാവല്ലേ. അയാൾ അറസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ല എന്നെന്താ ഇവർ ചോദിക്കാത്തത്? പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി കൂടെ പറയാം കേട്ടോ. ഈ ചോദ്യത്തിന് തന്ത്രിമാരെ ചോദ്യം ചെയ്തല്ലോ. തന്ത്രിമാരെ ചോദ്യം ചെയ്തത് പുറത്തു വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ചോദ്യം ചെയ്തത് രാവിലെ ആണെങ്കിൽ ഈ വിവരം പുറത്തു വരുന്നത് വൈകുന്നേരമാണ്, ഒരു ദിവസം. അപ്പൊ എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? 2 ആഴ്ച മുമ്പ് ചോദ്യം ചെയ്തു. എനിക്ക് കൃത്യം അറിയാം ഇവരെ എവിടെ വെച്ചാ ചോദ്യം ചെയ്തത്, ആരാധനൊക്കെയാണ് ചോദ്യം ചെയ്തതെന്നുള്ള കൃത്യം അറിയാവുന്ന ആളാണ് ഞാൻ. ആ ദിവസം, അന്നേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ വേറൊരു ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുകയും ചെയ്ത ആളാണ്. അന്ന് രാവിലെ ചോദ്യം ചെയ്തിട്ട് പറയുകയാണ് മാധ്യമങ്ങൾ 2 ആഴ്ച മുമ്പാണ് ചോദ്യം ചെയ്തത്. ആ വാർത്തകൾ വരുന്ന ആ രീതി, കാര്യം അതിന്റെ ജാള്യത ഉണ്ടല്ലോ. ഒന്ന് തന്ത്രിമാരാണ്, പിന്നെ ഈ ദൈവതുല്യൻ ആണല്ലോ തന്ത്രി എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന പിന്നെ കടകംപള്ളി സുരേന്ദ്രനൊന്നും അല്ല കേട്ടോ ദൈവതുല്യൻ. അതിന് വരാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. ഈ ദൈവതുല്യം എല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോ 2 ആഴ്ച മുമ്പാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് ഈ മാധ്യമങ്ങൾ. പിന്നെ ഇടയ്ക്ക് സമ്പത്ത് പറഞ്ഞല്ലോ വേറൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാര്യം. വ്യക്തിപരമായി ഞാനത് ഉൾപ്പെട്ടിട്ടുള്ള ആളായതുകൊണ്ട് ഒരു 30 സെക്കൻഡ് നാലൊരു കാര്യം ഒന്ന് പറയാം. രാമൻ നായർ ഞാൻ കോട്ടയം ഗസ്റ്റ് ഹൗസിൽ നേരിട്ട് കണ്ടു പറഞ്ഞു, നിങ്ങൾ ഈ പണി നിർത്തണം. അപ്പൊ ഞാനന്ന് കോട്ടയത്താണ് ഒരു മാധ്യമത്തിൽ ജോലി ചെയ്യുന്നത്, ഡെസ്കില്. നിങ്ങൾ ഈ പണി നിർത്തണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട മിസ്റ്റർ രാമൻ നായർ, ഞാനിത് എഴുതും, വലിയ തുലയ്ക്കും എന്നാണ് ഞാൻ പ്രയോഗിച്ച പദം. നിങ്ങളൊന്ന് പണി നോക്കും എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഒരു ദിവസം ഉച്ചയ്ക്ക് അങ്ങനെ ഉണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കോട്ടയം ഗസ്റ്റ് ഹൗസിൽ ചെന്ന് ഈ വിവരം നേരിട്ട് പറയുന്നത് രാമകൃഷ്ണനോട്. ചെയ്തില്ല, ഞാൻ 3 ദിവസം കൂടെ വെയിറ്റ് ചെയ്തു, ഈ കാശ് വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് അറിയാൻ കൂടി. അപ്പൊ അവരാണ് എൻ്റെ അടുത്ത് പരാതി കൊണ്ട് വരുന്നത് കോട്ടയത്ത്. ചെയ്തില്ല. തുടർച്ചയായി 8 ദിവസം അജിം സാറ് ഞാൻ 1 പേജ് സ്റ്റോറി ചെയ്തു. പരമ്പരയായിട്ടല്ല, ഓരോ ദിവസം ഓരോ സ്റ്റോറി. അത്രക്കുണ്ടായിരുന്ന അഴിമതി, ഓരോ അഴിമതി കഥയായിട്ടാണ് പുറത്ത് എഴുതുന്നത്. അങ്ങനെയാണ് ഈ മനുഷ്യൻ നാണം കെട്ട് ഇറങ്ങി പോകേണ്ടി വന്നത്, ഈ രാമൻ നായർ. ഇപ്പൊ എവിടെയാണെന്നുള്ള അറിയാമല്ലോ. അപ്പോ ഈ അതിന്റെ ചരിത്രം ഇതാണ്. അങ്ങനെയാണ് ഈ 4 ഉണ്ടാക്കി കുറയുന്നത്, അങ്ങനെയാണ്. അത് വേറൊരു സംഗതി. അപ്പൊ ഇത് ഈ നിയമം എവിടെ നിൽക്കുന്നു, പിന്നെ വ്യവസ്ഥകൾ എങ്ങനെ പോകുന്നു, ദേവസ്വം ബോർഡ് ആര് ഭരിക്കുന്നു, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ഒരു പ്രയാസവുമില്ല. ഞാൻ വാസ്തവത്തിൽ ഈ ഇത്രയധികം ഗഹനമായി ഇതിലേക്ക് ഇതിന്റെ കവനന്റ് അടക്കമുള്ള കാര്യങ്ങൾ നിഷ്കൃഷ്ടമായി പഠിക്കാൻ തീരുമാനിച്ചതും ചെയ്തതും ഇതിന് ശേഷമാണ്, ഈ ശബരിമല കേസ് വന്നതിന് ശേഷമാണ്. അപ്പോഴാണ് നമ്മൾ അതിനകത്ത് വലിയ വലിയ അടലുകൾ മനസ്സിലാക്കുന്നത്. ഇത് ഗവൺമെന്റിന് തീരെ ചെറിയ പങ്കേ ഉള്ളൂ, റോളേ ഉള്ളൂ
ദേവസ്വം ബോർഡ് ഭരണത്തിൽ നിർവഹിക്കാനായിട്ടുള്ളത്. ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്, സർക്കാരല്ല. അത് പിന്നെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ യാഥാർത്ഥ്യമായി നിലനിൽക്കെ എന്തിനാണ് രാഷ്ട്രീയ ശത്രുത മനസ്സിലുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള വൈതാളികന്മാരുടെ പണിക്ക് ഇദ്ദേഹത്തെ പോലുള്ള പ്രിയപ്പെട്ട പ്രൊഫസറെ പോലുള്ള ആൾക്കാർ മുതിരുന്നത് എന്നുള്ളത് എപ്പോഴും ഞാൻ സ്വയം ആലോചിച്ച് അതിശയിക്കാറുള്ള ഒരു കാര്യമാണ് ദിൽഷാദ്. തീർച്ചയായും റോണി കെ ബേബി, ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ മൊത്തം കേൾക്കുമ്പോൾ ഈ അടരുകൾക്ക് ഇടയിലൂടെ പ്രകാശം ഇങ്ങനെ വീശുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ കണ്ണ് പൊളിച്ചിട്ട് കാര്യമില്ല. വസ്തുക്കളെ വസ്തുവായി കാണണം. ഇവിടെ നടന്ന ഒരു ക്രൈമാണ് ഒന്ന്. ഇതിനെ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിൽ കൊണ്ടുപോയാൽ ഇതിലെ വസ്തുതകൾ പൊളിഞ്ഞു വീഴും. ശബരിമലയോട് നാം കാണിക്കുന്ന കൃത്യമായി വേണ്ട പ്രതിബദ്ധത ഇല്ലാതാകും. ജനാധിപത്യ മര്യാദയിൽ കോടതി മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണത്തെ കാതോർക്കാതെ പുറത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഷേധങ്ങൾ കാണിച്ച് രാഷ്ട്രീയ ഗിമ്മിക്കുകൾക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെ നേട്ടം കൊയ്യുക അപകടകരമായ കോണുകളാകും. അപ്പോൾ എന്താണ് ഇതിലെ വസ്തുത? ഇവിടെ നടന്നിട്ടുള്ളതൊരു ക്രൈമാണ്. അതൊരു കക്ഷി രാഷ്ട്രീയമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തവരുണ്ട്, ചോദ്യം ചെയ്യുന്നവരുണ്ട്, മൊഴിയെടുക്കുന്നവരുണ്ട്, വിവരങ്ങൾ ആരായുന്നവരുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലൂടെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ അടൂർ പ്രകാശിൻ്റെ വിഷയവും അതുതന്നെയാണ്. അപ്പോൾ അതിനെ ഒരു ക്രൈമാണ്. ആ ക്രൈം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ തെളിയട്ടെ, പൂർണ്ണമാകട്ടെ എന്ന് കാത്തിരിക്കുകയല്ലേ ജനാധിപത്യപരമായ മര്യാദ? അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഒരു മീൻ പിടിച്ചു കളയാം എന്ന രീതിയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതി അത് ഗുണപരമാണോ? അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. SITയുടെ ഓഫീസിലേക്ക്, ചോദ്യം ചെയ്യാൻ ഇരിക്കുന്ന ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. പുറത്ത് SIT കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തോട് ഞങ്ങൾ സഹകരിക്കും, അല്ലെങ്കിൽ അത് നല്ലതായിട്ടാണ് പോകുന്നതെന്ന് തൃപ്തി രേഖപ്പെടുത്തുന്നു. പ്രതിപക്ഷത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ടെന്താണ്? കോടതിക്ക് പുറത്തു നിന്ന് നേതാക്കന്മാരെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു. അവർ അപകീർത്തിക്ക് കേസ് കൊടുക്കുമ്പോൾ ആ കേസിൽ വസ്തുതകളൊന്നുമില്ല എന്ന് ശങ്കരാടി മാതൃകയിൽ കൈരേഖ കാട്ടുന്ന രീതികൾ നാം കാണുന്നു. അപ്പോൾ ഇതൊക്കെയല്ലേ അനാരോഗ്യപരമായ ഒരു രീതികളെന്ന് പറയുന്നത്, റോണി കെ ബേബി? അതിനെന്തിനാണ് ആ അർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയാത്തത്? ഇതിൽ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം കാണുന്നത് ഉചിതമാണോ, ഭൂഷണമാണോ? ഇവിടെ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് N. വാസു, A. പത്മകുമാർ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദേവസ്വം മന്ത്രി റെസ്പോൺസിബിൾ അല്ല, അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അതിനു മുമ്പ് 2014 മുമ്പ് അല്ലെ 2016 മുമ്പ് അന്ന് UDF-ന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഇവിടെ പേരെടുത്ത് തന്നെ പറയുണ്ടായി, G. രാമൻ നായരുടെ പേരുൾപ്പെടെ പറയുണ്ടായി. അന്ന് ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ അന്നുണ്ടായിരുന്ന മന്ത്രിമാര്, അത് അടൂർ പ്രകാശ് ആയിക്കോട്ടെ, അടൂർ പ്രകാശിന്റെ പേര് അദ്ദേഹം പറഞ്ഞു, മറ്റൊരു മന്ത്രി ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ അതിനകത്ത് അവർക്കൊക്കെ അതിനകത്ത് ബന്ധമുണ്ട്. ഇടതുപക്ഷത്തിന്റെ കാലത്ത് അതിനകത്ത് ഒരു ബന്ധമില്ല. പക്ഷേ അല്ല അദ്ദേഹം അല്ല ആ രീതിയിൽ, കാരണം രണ്ട് സ്റ്റാൻഡിലാണ് അദ്ദേഹം ജയേന്ദ്ര മാഷ് പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ, ശരി. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്രയും സങ്കീർണമായി പോകുന്നത്, വഷളായി പോകുന്നത്? നമ്മളെല്ലാം ഒരുപാട് ചർച്ചകളില് ജിൻഷാദ് ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട സമ്പത്ത് സാർ ഉൾപ്പെടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സീസർ മാത്രമല്ല, സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതിയായിരിക്കണം. അത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നിയമമണ്ഡലങ്ങളിലും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പദപ്രയോഗമാണ്. അങ്ങനെ കോടതി പറഞ്ഞിട്ടുമുണ്ട് ചില കേസുകളിൽ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇവിടെ റിമാൻഡിൽ കഴിയുന്നത് CPM-ന്റെ 2 മുതിർന്ന നേതാക്കളാണ്. അവർ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു. അവർക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ സീല് വെച്ച കവറിന്റെ കാര്യവും ഇൻ ക്യാമറ പ്രൊസീഡിങ്ങിന്റെ കാര്യവും കോടതിക്കകത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കോടതിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഇവർക്ക് ഇവരുടെ ജാമ്യ ഹർജി പോലും അനുവദിക്കാതെ ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രായമായി, അല്ലെ വാർദ്ധക്യം ഇതാണ്, അല്ലെ ഞങ്ങൾ മരുന്ന് കഴിക്കുന്നവരാണ്, ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളുണ്ട്, എന്നിട്ട് പോലും കോടതി ഇവർക്ക് ജാമ്യം കൊടുക്കാതെ ഇവരെ വീണ്ടും റിമാൻഡിൽ ഇടുവാനായിട്ട് കോടതിക്ക് പ്രേരണയായതിന് കാരണം ഇതാ. ഇവർക്കെതിരെ ഈ പറയുന്ന N. വാസുവിനെതിരെയും A. പത്മകുമാറിനെതിരെയും ശക്തമായ തെളിവുകളുണ്ട്. അവര് കൾപ്രിറ്റ്സ് ആണ്. കാരണം കുറ്റവാളിയാണോ ഇല്ലെന്നത് അവസാനം തീരുമാനിക്കണം. പക്ഷെ അവർക്കെതിരെ ഉയരുന്ന ആരോപണം ശക്തമാണ്, ഇതിൻ്റെ അകത്ത് വസ്തുതയുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം എന്താണ്? എന്തിന്റെ പേരിലാണ് CPM അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്?
ഇവർക്കെതിരെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഉറച്ച നടപടി എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കാതെ ഉള്ള പാർട്ടി നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും ആരോപണങ്ങൾ ഉയരില്ലായിരുന്നു. അവരെ CPM സംരക്ഷിക്കും തോറും, അതാണ് ഇവിടെ ചെയ്യുന്ന വളരെ പ്രശ്നത്തോടെ ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെ ഒരു യുക്തിക്കും നിരക്കാത്ത കാര്യത്തിൽ ഉള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അവര് പിന്നെ കുറ്റവാളികളാണെന്ന് അറിയട്ടെ, പിന്നെ അവർക്കെതിരെ ആരോപണം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഞങ്ങളുടെ ഒരു MLA പോലും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ സംഭവം നമുക്കറിയാം. ആരോപണം ഉയർന്നപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചു. പക്ഷെ ഇവിടെ CPM അതൊക്കെ ഓഡിയോ പുറത്തെത്തിയതിനു ശേഷമാണ് ഓഡിയോ പുറത്തെത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയൂ. ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റുകയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ആദ്യത്തെ എപ്പോഴാണ്? മാത്രമല്ല, ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയിട്ടില്ല. കാരണം പുറത്താക്കിയെന്ന് ഓറലിലേ ഉള്ളൂ. അതിൽ KPCC അനുവദിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശത്തിലുള്ള ഒരു ടൈപ്പിംഗ് മെറ്റീരിയൽ ആ വിഷയത്തിലില്ല. അതൊക്കെ അവിടെ ഇനി നിങ്ങൾ പറയുന്ന റിട്ടേൺ മെറ്റീരിയൽ ഉണ്ടോ ഇല്ലയോ, തെളിവുണ്ടോ ഇല്ലയോ, അതൊക്കെ ഞങ്ങൾ ഭാഗമല്ല. ഞങ്ങൾ പാർട്ടിയിൽ നിന്നും ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി, പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം. അപ്പോൾ എന്തുകൊണ്ട് CPM-ന് ഇങ്ങനെ ഒരു നിലപാട് എടുക്കുവാനായിട്ട് ഈ വിഷയത്തിൽ അതിനെ സംബന്ധിച്ച് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ അത് വിവരിച്ചതാണ്. അതിലേക്ക് നമുക്ക് പോകാതിനുള്ള ഉത്തരം പറയേണ്ടത് CPM നേതാവാണ് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ജയചന്ദ്രൻ സാർ, M. ജയചന്ദ്രനെ കുറിച്ച് താങ്കൾ ചോദിച്ചൊരു കാര്യം, ശ്രീ M. ജയചന്ദ്രൻ റോണി കെ ബേബി യുക്തിഭദ്രമായ ഒരു ചോദ്യം ചോദിച്ചു. VS ശിവകുമാറിന്റെയും അടൂർ പ്രകാശിന്റെയും കാലത്ത് നടക്കുന്ന വിഷയങ്ങളിൽ അവർ ബന്ധിതരാണ്, അവർ അതേ സംബന്ധിച്ച് ബാധിതരാണ്. മറ്റുള്ള കാലങ്ങളിൽ അതിലെ ദേവസ്വം മന്ത്രി ബാധിതരല്ല എന്ന് താങ്കൾ പറയുന്നു. അതിൽ ഒരു ഇരട്ട സ്റ്റാൻഡ് ഇല്ലേ എന്ന് റോണി കെ ബേബി ചോദിച്ചു. ഉത്തരവുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്റെ വായിൽ കുത്തിക്കയറ്റാൻ ശ്രമിക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ, നിഷേധിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞത് അടൂർ പ്രകാശിനെ എന്തുകൊണ്ട് വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വരുന്നു, അല്ലെങ്കിൽ അക്കാലത്ത് ദേവസ്വം മന്ത്രി ആയിരുന്ന ശിവകുമാറിന്റെ കാര്യത്തിൽ എന്താണ് സാധ്യതയുള്ളത്, അന്വേഷിക്കാനുള്ള സാധ്യതയുള്ളത്, അതിന്റെ സാഹചര്യങ്ങളാണ് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാലത്തെ ഞാൻ പറഞ്ഞെന്താ, ദേവസ്വം ബോർഡിലെ ഒരു കാലത്ത് ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഒരു ഫയലിൽ പോലും ഒപ്പിടേണ്ടി വന്നിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ. എന്തുകൊണ്ടാണ്? അവർക്ക് അങ്ങനെ അധികാരമില്ലാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ സ്പഷ്ടമായിട്ടാണല്ലോ പറഞ്ഞത്. അക്കാലത്ത് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ പ്രൊഫസർ പിന്നെ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ താങ്കളിലേക്ക് എത്തിയത്. അതാണ് എന്റെ വസ്തുത. ശരി, ശ്രീ എ. സമ്പത്ത്, ഇപ്പോൾ ഈ മിനിസ്ട്രിയെ സംബന്ധിച്ച് പറയുന്നു, ഇപ്പോൾ മന്ത്രിയുടെ സഹോദരനായിട്ടുള്ള ആൾക്കാർ നടത്തിയ ചില അഴിമതികളെ സംബന്ധിച്ച് അതേ സംബന്ധിച്ചാണ് ഇവിടെ ഒരു വിഷയമായി എത്തുന്നത്. അത് മറ്റൊരു വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ വാക്കും ആദ്യ വാക്കും തന്ത്രിയാണ്. കാരണം ഈ ഡയറ്റിയുടെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന തന്ത്രിയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സ്പെഷ്യൽ ഓഫീസറുടെ രീതിയിലാണ് നീങ്ങുന്നത്. ഈ അവിടുത്തെ നയപരമായ ഏതെങ്കിലും ഒരു വലിയ വിഷയത്തിനപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും മിനിസ്ട്രിയുടെ മുമ്പിലേക്ക് വരുന്ന രീതി ഉണ്ടോ? ഈ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ഇവിടെ ഇപ്പോൾ താങ്കൾ ഈ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ സ്വാഭാവികമായി നമ്മുടെ പലരുടെയും വീടുകളിൽ രാവിലെ കിട്ടുന്നതായ പത്രത്തിൽ എഴുതി വച്ചിട്ടുള്ള ആ ഹെഡിങ്ങും അതിൽ പറയുന്ന കാര്യങ്ങൾ അതുപടി വിഴുങ്ങുന്നവരാണ് എന്ന് ചിലപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല. ഇക്കാര്യത്തെ സംബന്ധിച്ച് അപ്പോൾ കിട്ടിയത് പിന്നീട് ഇതിനെ സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പല രീതിയിൽ അറിയുന്നതിന് ശ്രമിക്കുകയുണ്ടാവും. ഇക്കാര്യത്തെ സംബന്ധിച്ച് അന്ന് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, സത്യം കുളിച്ച് വൃത്തിയായി ശുചിത്വത്തോടുകൂടി അതിൻ്റെ പാതകം അണിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ നുണ ലോകത്തൊരു 3-4 തവണ ചുറ്റി അവിടെ എല്ലാം തന്നെ അതിൻ്റെ പിണ്ടമിട്ട് അതിൽ നിന്ന് ഈ നുണയുടെ കുരുക്കളെല്ലാം വളർന്നിട്ടുണ്ടാവും എന്നുള്ളത് ഈ സത്യാനന്തര കാലത്ത് സംഭവിക്കുന്നൊരു കാര്യം. ഇവിടെ ഈ ഞാനിപ്പോൾ പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് മാനുവലും കോഡ് ഓഫ് കോണ്ടക്റ്റും ഒക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അത് ഈ മന്ത്രിമാരുടെ ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രത്യേകിച്ചും IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവരുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം അങ്ങനെ തുറന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളുണ്ട്. ആ 5 ദേവസ്വം ബോർഡുകളും
സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. അതെ. അതിൻ്റെ ചെയർമാനെ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെ അതിന് അംഗങ്ങളെ നിയമിക്കുന്നത് എന്നുള്ളത് അത് നമ്മുടെ ഈ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളിനെ നിയമിക്കുന്നത് സംബന്ധിച്ച് വരുമ്പോൾ നമ്മുടെ നിയമസഭയിലെ ഹിന്ദു MLA-മാരിൽ നിന്ന് വോട്ടെടുപ്പുണ്ടായാൽ ഭൂരിപക്ഷ പ്രകാരം എന്നുള്ള നിലയിലേക്കാണ്. അത് മാറ്റുന്നതിന് വേണ്ടി പോലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഒരു ശ്രമം നടക്കുകയുണ്ടായി. പിന്നീട് അത് മാറ്റേണ്ടതായി വന്നു. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ദൈനംദിന ഭരണകാര്യങ്ങളിലൊന്നും ഒരു മന്ത്രിയുടെ ഓഫീസിനും ഇടപെടാൻ അധികാരമില്ല, ഇടപെടുകയുമില്ല. എന്നാൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഏതെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടോ നമ്മുടെ നാടിന് നിരക്കാത്തതായോ പൊതുസമൂഹത്തിന് നിരക്കാത്തതായോ അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ, ഞാനതേ പറയുന്നുള്ളൂ. പ്രത്യേകിച്ചും ഒരു ന്യൂ ഇയറിൻ്റെ തലേന്ന് നമ്മൾ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ളൊരു ചർച്ച നടക്കുമ്പോൾ അതൊരു വിഴിപ്പലക്കലായി വരേണ്ട. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മളെല്ലാവരും പറയാൻ ആഗ്രഹിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ചില മുൻ മന്ത്രിമാരുടെ അല്ലെങ്കിൽ ചില ഈ കോൺഗ്രസിൻ്റെ ചില MLA-മാരുടെ പേരൊന്നും ഞാൻ പറയുന്നതേയില്ല. ആ പേരുകൾ അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ. ആ പേരുകൾ ഇതിലേക്ക് വലിച്ചഴച്ച് ഈ ഒരു 2026 ആ ഒരു പുതുവർഷ പുലരിക്ക് മുമ്പായി അതിലൊരു നമ്മളൊരു ഒരു 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 അതിലൊരു ഒരു എന്താ ഒരു ഒരു ഷെയ്ഡ് അതിൽ വരുത്തണ്ട. അതിൻ്റെ ഭംഗി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് മന്ത്രിയുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽ വന്നാൽ എന്ന് വെച്ചാൽ എന്താണ്, മന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നാൽ അങ്ങനെയാണല്ലോ. അങ്ങനെ വന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണമോ ഇത് സംബന്ധിച്ചുള്ള തെര്യപ്പെടുത്തലിനോ ബന്ധപ്പെട്ടതായ ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദപ്പെട്ട, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കമ്മീഷനുണ്ട്, സെക്രട്ടറി ഉണ്ട്. അങ്ങനെയാണ് ആ കത്തടപാടുകൾ പോവുക എന്നുള്ളത്. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. ഇപ്പം ഞാനിത് പറയുന്നതിൻ്റെ കാരണം ശബരിമല ഈ നമ്മൾ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ വരുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ, കുടിവെള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഈ വാഹന സൗകര്യം, അങ്ങോട്ടേക്ക് പോകാനും വരാനും അവർക്ക് അത്തരത്തിൽ വിഷമിക്കാനുള്ള അവരുടെ ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ച് അവിടെ ചിലപ്പോൾ പോകേണ്ടതായി വരും. മന്ത്രി മാത്രമല്ല, മന്ത്രിയുടെ ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോകൽ മാത്രമല്ല, അവിടെ നിന്ന് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇതിൽ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകും. ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. എന്തുകൊണ്ടെന്നറിയാം? ഞാനിപ്പോൾ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞതിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെ ശ്രീ ജയചന്ദ്രൻ്റെ റിപ്പോർട്ട് ഒന്നിലേറെ തവണ വന്നപ്പോൾ അന്ന് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതായ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്തിടപെടൽ നടത്തി, എന്ത് അന്വേഷണം നടത്തി? ക്ലാരിഫിക്കേഷൻ, റെക്ടിഫിക്കേഷൻ, കറക്ഷൻ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇത്തരം കാര്യം നടത്തിയില്ല എങ്കിൽ അത് ബോധപൂർവമായാലും അബോധപൂർവമായാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കലും അതും കുറ്റകരമാണ്. ഇവിടെ ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റോ അല്ല അംഗങ്ങളോ അത്തരത്തിൽ അവർ പ്രതികളാക്കപ്പെട്ടാൽ, അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ, ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം, സംശയമില്ല. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിയമാനുസരണവും ചട്ടപ്രകാരവും ചെയ്യാതിരിക്കുന്നതും കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരും. അവിടെയാണ് കാര്യം. ഇല്ലാതെ ഈ പറയുന്നതായിട്ടുള്ളൊരു ക്രൈം കമ്മിറ്റ് ചെയ്യണമെന്നില്ല, ഒരു ഒഫൻസിൽ പങ്കാളിയാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ ഒരാളിനെ, ഈ ചിത്രത്തിൽ കാണുന്നതായിട്ടുള്ള ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ, ഇയാൾ CPIM ആണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെ നിന്നാ തുടക്കം? ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയതായ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ചില ആളുകളുണ്ട്. ഇനി പ്രൊഫസർ റോണി കെ ബേബി എന്നോട് കൂട്ടി ഈ കാര്യത്തിൽ എന്നോട് മനസ്സുകൊണ്ട് യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇക്കാര്യത്തിൽ കൂടുതൽ ഫർദർ ക്ലാരിഫിക്കേഷൻസിന് വേണ്ടി മാഡം ശ്രീമതി സോണിയാഗാന്ധിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം എന്ന് വന്നാൽ അദ്ദേഹം എതിർക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആണോ റോണി കെ ബേബി? ഒരു നിർണായക ചോദ്യമാണ് റോണി കെ ബേബി. Because the SIT has every right to do, it has every power to do. അങ്ങനെ ഒരു കാര്യം ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്തരത്തിൽ ലീഡിങ് ടു ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ് എന്ന് വന്നാൽ അത് SIT ചെയ്തില്ല എങ്കിൽ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ അത് നഖശികാന്തം വിമർശിക്കപ്പെടുക മാത്രമല്ല വിധിന്യായത്തിലടക്കം എഴുതപ്പെടും. ശരി റോണിക്ക്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി വലിച്ചു കീറി കുപ്പത്തൊട്ടിൽ എറിഞ്ഞ EDയുടെ കേസില് 50-54 മണിക്കൂർ ചോദ്യം ചെയ്യലിന് മുമ്പിൽ നിന്ന് ധീരയായ വനിതയായ സോണിയാഗാന്ധി. SIT അല്ല, ഇന്ത്യയിലെ ഏത് അന്വേഷണ ഏജൻസി വിളിച്ചാലും ഞങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട്, സോണിയാഗാന്ധി മറുപടി കൊടുക്കും. ഒരിടത്തു നിന്ന് ഒളിച്ചോടുന്ന ഒരു നിലപാടായിരിക്കില്ല ഞങ്ങൾ ഒരു നേതാവും, ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന്റെ ഒരു നേതാവും ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് 100% ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് കഴിയും.
തീർച്ചയായും. പക്ഷെ അത് അനുവദിച്ചാലും ഇല്ലേലും അത് നടക്കും. അനുവാദം വേണ്ട. പക്ഷെ അത് അന്നും ഒരു മാർച്ച് നടക്കും. നിലപാട് പറഞ്ഞു. അന്ന് SIT ഓഫീസിലേക്ക് മാർച്ച് നടക്കും, ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടക്കും, AKG സെന്ററിലേക്ക് മാർച്ച് നടക്കും. കാരണം കടകംപള്ളി സുരേന്ദ്രനെ ഒരു മാസം ചോദ്യം ചെയ്യാൻ വൈകിയതിന്റെ പേരിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞങ്ങൾ മാർച്ച് നടത്തി, അതിന്റെ ഫലമുണ്ടായി. ശരി, നമ്മൾ ഇതിൻ്റെ ചർച്ചയുടെ വൈൻഡപ്പിലേക്ക് പോകുമ്പോൾ ശ്രീ M. ജയചന്ദ്രൻ, അതായത് ഇതിൽ കാണേണ്ട അടിസ്ഥാനപരമായ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അനാരോഗ്യ വീക്ഷണമാണ്. ഒന്ന്, ഇതിൻ്റെ വസ്തുത പുറത്തെത്താൻ നാം വാതിലുകൾ തുറന്നിട്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ഒരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് കൂടി അതിനകത്ത് മറ്റ് താല്പര്യങ്ങളും കക്ഷി രാഷ്ട്രീയങ്ങളും, കാരണം ഇതൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. ആ ക്രൈമിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ടവർ ഉണ്ട് എന്ന ഒരു ഘട്ടമുണ്ട്, ഒരു കാണുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്തെന്ന് നമുക്കറിയണം. ഇതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ താല്പര്യം വെച്ച് നീങ്ങുന്നത് ശരിയാണോ എന്നതാണ് ഇതിനകത്ത് കാതലായൊരു ചോദ്യമായി ഉന്നയിക്കാനുള്ളത്. ഇവിടെ റോണി കെ ബേബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നയാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നു, അതെന്തുകൊണ്ട് താമസിക്കുന്നു എന്നുള്ള ചോദ്യം തന്നെ ഈ ഒരു ജനാധിപത്യ പരിപ്രേക്ഷ്യത്തിൽ യുക്തിരഹിതമല്ലേ? അജിംഷാദേ, ഈ നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും എന്താ പറയുന്നത്, നമ്മുടെ ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു മനസ്സിലാക്കലാണല്ലോ. നമ്മളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രമേ മനസ്സിലാക്കാൻ തയ്യാറാവൂ എപ്പോഴും. ഞാന് ഈ ജനം TV-യുടെ ചർച്ചയിലും ഈ വിഷയമായിട്ട് ഇതിനു മുമ്പ് വേറൊരു വിഷയമായിട്ട് അയ്യപ്പ സംഘം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആചാര സംരക്ഷണമായിരുന്നു അന്നത്തെ വലിയ കൊടുമ്പിരിക്കൊണ്ട വിഷയം. കോൺഗ്രസ് നേതാക്കളുണ്ട് ആ ചർച്ചയിൽ. എന്നാൽ ഒരു ചർച്ചയിലില്ല, 4 ചർച്ചയിൽ അടുപ്പിച്ച് ചോദിച്ചിരുന്നു. ഒരു സംശയമാണ്, ഇത് ഇപ്പോ മകരവിളക്കിനുള്ള കാര്യങ്ങൾ നടപടി ആരംഭിക്കുകയാണല്ലോ ശബരിമലയിൽ. ഈ ധനുമാസത്തിലെ അവസാനത്തെ 2 ദിവസം, മകരമാസത്തിലെ ആദ്യത്തെ 5 ദിവസം, ഇങ്ങനെ 5-7 ദിവസങ്ങളിലാണ് തന്ത്രി എന്ന് പറയുന്ന ചീഫ് പ്രീസ്റ്റിന് യഥാർത്ഥത്തിൽ ആചാരപ്രകാരം അവിടെ പൂജ ചെയ്യേണ്ട നിശ്ചിത ദിവസങ്ങളായി പ്രമാണപ്രകാരം തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, അതുവരെ ബാക്കി വർഷത്തിലെ മുഴുവൻ ദിവസവും നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. ഈ പറയുന്ന ദിവസങ്ങളിൽ മുഴുവൻ പന്തള രാജകുമാരനാണ്. അപ്പൊ പന്തള രാജകുമാരനായി വരുമ്പോൾ അദ്ദേഹത്തിന് സ്പെഷ്യൽ പൂജകൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ മാത്രം തന്ത്രി പൂജിക്കണമെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ, മുഴുവൻ സമയങ്ങളിലും തന്ത്രിമാരോട് ഉണ്ടാകുന്നുണ്ടല്ലോ. മറ്റൊരു വിഷയമാണ്, അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞത് അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാനായിട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോഴത്തെ. തീർച്ചയായും വ്യക്തമാണ്, സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായിരുന്നാലും സത്യം തെളിയട്ടെ. ആ സത്യം തെളിയുന്നതിലേക്ക് വിധാനിക്കുന്ന വാതായനങ്ങളാകണം നമ്മുടെ ചിന്തയുടെ പന്ഥാവുകൾ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയത്തിൽ പ്രത്യേകിച്ചു. അതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.